ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അതിമാരകമായ നിലയിൽ പരിക്കേറ്റ് പ്രാണരക്ഷാർത്ഥം ഓടുന്ന ഒരു യുവാവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെയുണ്ടായിരുന്ന അക്രമി അയാളെ മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്തി. ശേഷം ആ ഒരു അക്രമി യുവാവിൻ്റെ മൃതശരീരം അവിടെ നിന്നും വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. ശേഷം കാണിക്കുന്നത് ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന കീത്തിനെയും കുടുംബത്തെയുമാണ്. ഭക്ഷണം കഴിക്കാനായി സംഘം പോകുന്ന വഴിയിൽ തങ്ങളുടെ കാരവാൻ നിർത്തി. കീത്ത് തൻ്റെ മകനായ ജെഫിനെ അധികം വേവാത്ത സ്റ്റേക്ക് എടുത്ത് ഭക്ഷിക്കാനായി നൽകി. എന്നാൽ ഈ ഒരു സമയത്ത് കീത്തിൻ്റെ മകളായ ആമി ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ നടക്കാനായി പോവുകയായിരുന്നു. ഭാര്യയായ കാത്തലിനും മകനുമൊപ്പം കീത്ത് ഭക്ഷണം കഴിക്കുകയാണ്. ആമിയാവട്ടെ ഈ സമയം കുറച്ചു ദൂരം നടന്നു നീങ്ങിക്കഴിഞ്ഞിരുന്നു. കീത്തും കുടുംബവും എൻജോയ് ചെയ്യുന്ന സമയത്താണ് നാട്ടുകാരായ രണ്ടപരിചിതർ അവിടേക്ക് എത്തുന്നത്. വെർ എന്നും ബില്ലി എന്നും പേരുള്ള ആ രണ്ട് യുവാക്കൾ അവരുടെ കസിനായ മെലിയോയെ അന്വേഷിച്ചാണ് അവിടേക്ക് എത്തിയിരുന്നത്. ഞങ്ങൾ വിനോദയാത്ര വന്നതാണെന്നും മെലിയോയെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നും കീത്ത് വളരെ മാന്യമായി ആ യുവാക്കളോട് പറഞ്ഞു. ബില്ലിയും വെറും മോശമായ രീതിയിലാണ് ആ കുടുംബത്തോട് പെരുമാറിയിരുന്നത്. അതൊന്നും കാര്യമാക്കാതെ ജെഫ് തൻ്റെ പക്കലുണ്ടായിരുന്ന ചോക്ലേറ്റ് വെറിന് നൽകി. അവരുടെ പെരുമാറ്റ രീതി ശരിയല്ലെന്ന് കണ്ട് കീത്ത് ജെഫിനെ തിരികെ വിളിച്ചു. ഈ ഒരു സമയത്താണ് ഇതൊന്നും അറിയാതെ ആമി അവിടേക്ക് തിരിച്ചെത്തുന്നത്. ദ്വയാർത്ഥ പരാമർശങ്ങൾ നടത്തി ബില്ലിയും വെറും അവളോട് മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയതോടെ കീത്ത് ആമയോട് കാരവാനിലേക്ക് കയറുവാനായി ആവശ്യപ്പെട്ടു. കുറച്ചു സമയം കൂടി കീത്തിനെയും കുടുംബത്തെയും ബുദ്ധിമുട്ടിപ്പിച്ചതിനു ശേഷം ബില്ലിയും വെറും അവിടെ നിന്നും തിരിച്ചുപോയി. അതോടുകൂടി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കീത്തും കുടുംബവും അവിടെ നിന്നും പോവുകയാണ്. ടൗണിലേക്കാകെ ഒരു വഴി മാത്രമേ ആ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴിയിൽ അവർ വീണ്ടും ബില്ലിയെയും വെറിനെയും കാണുകയാണ്. ഒരു കാരണവശാലും വാഹനം നിർത്തണ്ടെന്ന് കാത്തലിൻ പറഞ്ഞെങ്കിലും വെറിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കണ്ട് കീത്ത് വാഹനം നിർത്തി. നിങ്ങൾ പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ വീടെന്നും ഞങ്ങളെ ഇരുവരെയും അവിടെ ആക്കിത്തരണമെന്നും വെറ് കീത്തിനോട് പറഞ്ഞു. ഇരുവരുടെയും നിഗൂഢമാർന്ന പെരുമാറ്റ രീതി മൂലം കീത്ത് അതിനു സമ്മതിച്ചില്ല. അതോടെ വെറ് ഭീഷണിയുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ ആരംഭിച്ചു. നിങ്ങൾ ബില്ലിയെയെങ്കിലും കൊണ്ടുപോകണം. വീട്ടിൽ മറ്റൊരു വാഹനമുണ്ട്. അവൻ അതുമായി വന്ന് എന്നെ കൊണ്ടുപോയിക്കോളും. വെറിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ബില്ലി അത്ര പ്രശ്നക്കാരനല്ലെന്ന് മനസ്സിലാക്കി കീത്ത് അവനെ മാത്രം തൻ്റെ വാഹനത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ബില്ലി കീത്തിൻ്റെ കാരവാനിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ബില്ലി ജെഫുമായി സംസാരിക്കുകയും അവനോടൊപ്പം ഗെയിം കളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്തും ബില്ലിയെ ഓർത്ത് കാത്തലിൻ ആശങ്കയിലായിരുന്നു. ഗെയിമിനിടെ ബില്ലി തൻ്റെ അമ്മാവനെക്കുറിച്ചും കസിൻസിനെക്കുറിച്ചുമെല്ലാം യാദൃശികമായി ജെഫിനോട് പറഞ്ഞിരുന്നു. പോകുന്ന വഴിയിലുള്ള തൻ്റെ വീടിൻ്റെ ലൊക്കേഷനും അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഗെയിമിനിടെ ബില്ലി ജെഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി പിടിച്ചു വാങ്ങി. എന്നാൽ പിന്നീട് ആ ഡയറി കാണാതായ തൻ്റെ കസിൻ മെലിയോയുടേതാണെന്ന് ബില്ലി തിരിച്ചറിയുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് യാതൊരു പ്രകോപനവും കൂടാതെ പുറകിൽ നിന്നും ജെഫ് ബില്ലിയെ കൊലപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ഒരു ക്രൂരമായ സംഭവം കണ്ടിട്ടും കീത്തും കുടുംബവും ശാന്തരായി തന്നെ തുടരുകയാണ്. ഇതേസമയം അമ്പെയ്ത്തിൽ മിടുക്കിയായിരുന്ന ബില്ലിയുടെ കസിനായ സവർണ വീട്ടിൽ ബില്ലിയെയും കൂട്ടരെയും കാത്തിരിക്കുകയായിരുന്നു. ഇതേസമയം ആവട്ടെ കീത്തും കൂട്ടരും ചേർന്ന് ബില്ലിയുടെ മൃതശരീരം ഫ്രീസറിലേക്ക് മാറ്റാനായി വെട്ടിനുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ നേരത്താണ് കീത്തിൻ്റെ കുടുംബം മനുഷ്യരെ വേട്ടയാടുന്ന നരഭോജികളായിരുന്നു എന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. ഈ ഒരു സമയത്ത് ബില്ലിയുടെ മൊബൈലിലേക്ക് വെറിൻ്റെ ഫോൺ കോൾ വന്നെങ്കിലും കീത്ത് ബില്ലിയുടെ മൊബൈൽ പൊട്ടിച്ചു കളഞ്ഞു. ഈ നേരത്തെ അവരുടെ ഫ്രീസറിൽ അവർ കൊന്നിരുന്ന ബില്ലിയുടെ കസിനായ മെലിയോയുടെ മൃതശരീര ഭാഗങ്ങളുണ്ടായിരുന്നു. ഈ സമയത്ത് ആർത്തയോട് ജെഫ് ബില്ലിയുടെ പച്ചമാംസം ഭക്ഷിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് കാത്തലിൻ ഞങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ പച്ചമാംസം നീ കഴിക്കേണ്ടെന്നും നീ കുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ ചീത്ത പറഞ്ഞു. പിന്നീട് കാത്തലിൻ ബില്ലിയുടെ കണ്ണെടുത്ത് ആമയ്ക്ക് നൽകുകയാണ്. അത് അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് കണ്ട് തനിക്ക് തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ജെഫ് ഖേദം പ്രകടിപ്പിച്ചു. രാത്രിയിൽ ബില്ലിയുടെ അമ്മാവനും കസിൻസായ സവർണയും ജോലിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അവരുടെ വാതിൽക്കലിൽ ആരോ മുട്ടുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. ജോലി പോയി വാതിൽ തുറന്നു. അത്
കീത്തും കുടുംബവുമായിരുന്നു. ഞങ്ങളുടെ വാഹനം തകരാറിലായെന്നും വഴിയിൽ വെച്ച് മിലിയോയെ തിരഞ്ഞു നടന്നിരുന്ന മില്ലിയെയും വെറിനെയും ഞങ്ങൾ കണ്ടെന്നും അവരാണ് ഇവിടേക്കുള്ള വഴി പറഞ്ഞു തന്നതെന്നും കീത്ത് ജോലിയോട് പറഞ്ഞു. ഏറെ ദൂരം നടന്നാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയതെന്ന് പറഞ്ഞതോടെ സവർണയ്ക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി ജോലി അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ഞങ്ങൾക്കൊരു കോൾ ചെയ്യാൻ ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് കീത്ത് മില്ലിയുടെ അമ്മാവനോട് ചോദിച്ചു. ഇവിടെ ആകെ ഒരു മൊബൈൽ ഫോണേ ഉള്ളൂവെന്നും അത് മില്ലിയുടെ കയ്യിലാണെന്നും അവർ പറഞ്ഞതോടെ കീത്തിന് സമാധാനമായി. അത്താഴം കഴിക്കുന്ന സമയത്ത് മില്ലി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വരാഞ്ഞതെന്ന് സവർണ അവരോട് ചോദിച്ചു. ഇത് കേട്ട് ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ വാഹനമുണ്ടായിരുന്നെന്ന് കാത്ലിൻ അവളോട് കള്ളം പറഞ്ഞു. പിന്നീട് ആയുധങ്ങളെടുത്ത് കീത്തും കുടുംബവും മൂവരെയും കൊല്ലാനൊരുങ്ങി. എന്നാൽ ഈ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി ജോലിയുടെ കാമുകനായ മാക്ക് അവിടേക്ക് എത്തുന്നത്. നല്ല ഹൈറ്റും സൈസുമുള്ള മാക്കിനെ കണ്ടതോടെ കീത്തും കുടുംബവും തങ്ങളുടെ പ്ലാൻ മാറ്റി. ആരും കാണാതെ അവർ പുറത്തെടുത്തിരുന്ന ആയുധങ്ങൾ ഒളിപ്പിച്ചു. ഈ ഒരു സമയത്തെല്ലാം അവർ ജെഫിനെ കാത്ത് വഴിയരികിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഈ നേരത്തൊരു വാഹനം വെറിൻ്റെ പക്കലേക്കെത്തി. അത് മില്ലയാണെന്നാണ് അവൻ കരുതിയിരുന്നത്. എന്നാൽ അത് തെറ്റിദ്ധാരണ മൂലം അവനെ കേസിൽ കുടുക്കിയിരുന്ന ഒരു പോലീസുകാരനായിരുന്നു. അയാൾ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും അയാളോടുള്ള ദേഷ്യം മൂലം വെർ അതിനെ സമ്മതിച്ചില്ല. മില്ലി നല്ലവരായ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നും അവൻ വാഹനവുമായി ഇവിടേക്ക് തിരിച്ചു വരുമെന്നും വെർ പോലീസുകാരനോട് പറഞ്ഞു. വെറിൻ്റെ ഈ വാക്കുകൾ കേട്ടതോടെ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്നും പോവുകയാണ്. ഈ ഒരു സമയത്തെല്ലാം വെറിനെ കലശമായ വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. ജെഫ് കൊടുത്തിരുന്ന വിഷമടങ്ങിയ ചോക്ലേറ്റ് കഴിച്ചതായിരുന്നു അതിനു പിന്നിലെ കാരണം. അതേ ചോക്ലേറ്റ് ജെഫ് ബില്ലിയുടെ കുടുംബത്തിലുള്ളവർക്കും കൊടുക്കുകയാണ്. ഞങ്ങളധികം മധുരം കഴിക്കാറില്ലെന്ന് അമ്മാവൻ പറഞ്ഞെങ്കിലും ജൂലി 2 വാങ്ങുകയും അവളും കാമുകനായ മാക്കും ചേർന്ന് അത് കഴിക്കുകയും ചെയ്തു. പിന്നീട് ആമി അവരുടെ വാഷ്റൂമിലേക്ക് ചെല്ലുകയാണ്. തൻ്റെ പക്കലുണ്ടായിരുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ആമി വാഷ്റൂമിലേക്ക് പോയിരുന്നത്. പുറത്ത് സവർണ കാത്തു നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പരിഭ്രാന്തിയിലായി. വെപ്രാളത്തിനിടെ ആമിക്ക് അവളുടെ അമ്മ കൊടുത്തിരുന്ന ബില്ലിയുടെ കണ്ണ് അവിടെ വീണു പോയിരുന്നു. ആമി സവർണയുമായി ബന്ധം സ്ഥാപിക്കാനായി ശ്രമിച്ചു. ഈ സമയത്ത് അവിടേക്കെത്തിയ ജോലി സവർണയ്ക്ക് ആണുങ്ങളെ വലിയ താല്പര്യമില്ലെന്ന് ആമയോട് വെളിപ്പെടുത്തി. ആമിക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് സവർണ കീത്തിനും കുടുംബത്തിനും പിയാനോ വായിച്ച് കേൾപ്പിച്ചു. പിന്നീട് അവർ കീത്തിനും കുടുംബത്തിനും കിടക്കാനായി മുറികൾ കാണിച്ചു കൊടുക്കുകയാണ്. ജെഫിനെ കിടക്കാനായി കൊടുത്തിരുന്നത് ബില്ലിയുടെ റൂമായിരുന്നു. സവർണയുടെ റൂമാണ് അവർ ആമയ്ക്ക് നൽകിയിരുന്നത്. അതിഥികളെക്കുറിച്ചുള്ള തൻ്റെ സംശയം സവർണ അമ്മാവനുമായി പങ്കുവച്ചു. അവരത്ര പ്രശ്നക്കാരൊന്നുമല്ലെന്ന് അമ്മാവൻ സവർണയോട് പറഞ്ഞു. ഈ സമയത്ത് കീത്ത് അവരെയെല്ലാം എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരു കുടുംബത്തിലുള്ള നിരപരാധികളെ കൊലപ്പെടുത്തുന്നതിൽ കാത്ലിന് താല്പര്യമുണ്ടായിരുന്നില്ല. സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നവരെ മാത്രം കൊലപ്പെടുത്താനായിരുന്നു അവൾക്കിഷ്ടം. എന്നിരുന്നാലും കീത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്കതിനെ കൂട്ടുനിൽക്കേണ്ടി വന്നു. പിന്നീട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായി കീത്ത് ജെഫിൻ്റെ പക്കലേക്ക് ചെന്നു. മാക്ക് ബലവാനായ മനുഷ്യനാണെന്നും അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാമെന്നും കീത്ത് ജെഫിനെ അറിയിച്ചു. ഏറെ നേരം കാത്തു നിന്നിട്ടും ബില്ലിയെ കാണാതായതോടെ അവനെന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് വെർ ശങ്കിച്ചു. അതിനാൽ തന്നെ വെർ കാൽനടയായി വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. ഈ സമയത്ത് ആമി തൻ്റെ കാമുകനെ വിളിക്കുന്നത് സവർണ കാണാനിടയായി. ഇത് സവർണയിൽ ആശ്ചര്യം ജനിപ്പിച്ചു. കാരണം തങ്ങളുടെ പക്കൽ ഫോണില്ലെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഫോണിൻ്റെ ബാറ്ററി തീരാറായെന്നും താനിത് വെറുതെ കൈവശം വച്ചതാണെന്നും ആമി സവർണയെ അറിയിച്ചു. താനൊരു ലെസ്ബിയനാണെന്നും ഇക്കാര്യത്തെ തൻ്റെ അമ്മ പിന്തുണയ്ക്കുന്നുണ്ടെന്നും എന്നിരുന്നാലും കർക്കശക്കാരനായ എൻ്റെ അച്ഛൻ ഇതിനെതിരാണെന്നും ആമി സവർണയോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് വിഷമടങ്ങിയ ചോക്ലേറ്റ് കഴിച്ചിരുന്ന ജൂലി ഛർദ്ദിക്കുകയായിരുന്നു. ചോക്ലേറ്റ് കഴിച്ചിരുന്ന മാക്കിനും കലശമായ വയറുവേദന അനുഭവപ്പെടാൻ ആരംഭിച്ചു. വാഷ്റൂമിൽ ജോലി ഉണ്ടായിരുന്നതിനാൽ മാക്ക് വീടിൻ്റെ പുറത്തേക്കോടി. അതേ നേരമാവട്ടെ ലെസ്ബിയനസായ സവർണയും ആമയും ബന്ധപ്പെടുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന മഴുവെടുത്ത്
കീത്ത് അമ്മാവനെ കൊല്ലാനായി അയാളുടെ റൂമിലേക്ക് ചെന്നു. പുറത്ത് ഛർദ്ദിക്കുകയായിരുന്ന മാക്കിൻ്റെ പക്കലേക്ക് ജെഫ് ചാടി വീണു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ജെഫ് മാക്കിൻ്റെ ശരീരത്തിൽ ധാരാളം മുറിവുകളുണ്ടാക്കി. ഒരു സമയത്ത് ആമിക്കൊപ്പം സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സവർണ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. മാരകമായി മുറിവേറ്റെങ്കിലും മാക്ക് തിരിച്ചടിക്കുകയും ജെഫിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. നിർഭാഗ്യവശാലേ ഒരു സമയത്ത് മാക്കിനെ ഛർദ്ദൽ വരികയും അവൻ ക്ഷീണിതനായി നിലത്ത് വീഴുകയുമാണ്. ഈ ഒരു തക്കത്തിന് ജെഫ് മാക്കിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഇതേ നേരം കീത്ത് അമ്മാവനെ കൊല്ലാനായി അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പ്രവേശിച്ചിരുന്നു. മാക്കിൻ്റെ മരണവെപ്രാളത്തിലുള്ള ശബ്ദം കേട്ട് കീത്ത് ജനലിലൂടെ താഴേക്ക് നോക്കുകയും ആ ഒരു കാഴ്ച കാണുകയും ചെയ്തു. ശബ്ദം കേട്ട് അമ്മാവൻ ഉണർന്നതോടെ കീത്ത് നിർദാക്ഷിണ്യം കയ്യിലുണ്ടായിരുന്ന മഴ ഉപയോഗിച്ച് അയാളെ കൊലപ്പെടുത്തി. കീത്ത് വേഗം ജെഫിൻ്റെ പക്കലേക്ക് ചെന്ന് അവനെ റൂമിലേക്ക് വിളിച്ചു. നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്നും ചോദിച്ചുകൊണ്ട് കാത്ലിൻ അവനെ ശകാരിച്ചു. എന്നാൽ കീത്ത് രഹസ്യമായി ജെഫിനെ അഭിനന്ദിക്കുകയാണ്. അയാൾ സമ്മാനമായി മാക്കിൻ്റെ നാവ് അവന് നൽകി. അത് കിട്ടിയതോടെ ജെഫിനെ ഒരുപാട് സന്തോഷമായി. ഈ ഒരു നേരത്ത് ആമി സവർണയെ കൊല്ലാനായി തൻ്റെ കത്തി പുറത്തെടുത്തിരുന്നു. ഇതേ സമയത്താണ് കുറ്റബോധം മൂലം സവർണ ആമയെ തള്ളി നീക്കിയത്. അതോടുകൂടി ആമയുടെ പക്കലുണ്ടായിരുന്ന കത്തി അവളുടെ കാലിലേക്ക് തന്നെ കുത്തിക്കയറി. പരുക്കേറ്റ കാലുമായി ആയോധന കലകളിൽ മിടുക്കിയായിരുന്ന സവർണയെ നേരിടാൻ ആമി ഭയന്നു. മാത്രവുമല്ല, സവർണയുമായി ബന്ധപ്പെട്ടതിനാൽ ആമിക്ക് മാനസികമായ ഒരടുപ്പം അവളോട് തോന്നിയിരുന്നു. പിന്നീട് സവർണ ആമയുടെ മുറിവ് വെച്ച് കെട്ടാനുള്ള മരുന്നെടുക്കാനായി ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് സവർണ ചില ശബ്ദങ്ങൾ കേൾക്കാനിടവരികയും അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തു. അങ്ങനെ അവൾ കീത്തും കുടുംബവും കേടായിപ്പോയെന്ന് പറഞ്ഞിരുന്ന അവരുടെ കാരവാൻ അവിടെ കാണുകയാണ്. ഈ സമയത്ത് അതിനകത്ത് നിന്നും കീത്തും കാത്ലീനും ഇറങ്ങി വരികയാണ്. മറഞ്ഞു നിന്ന സവർണ അവർ പോയതിനു ശേഷം ജിജ്ഞാസയോടെ കാരവാനിനകത്തേക്കു കയറി. അതിനകത്തവൾ വികൃതമാക്കപ്പെട്ട നിലയിലുള്ള മാക്കിൻ്റെ മൃതശരീരം കാണാനിടയായി. ഭീതിയോടെ സവർണ ഉടൻ തന്നെ വീട്ടിലേക്ക് ഓടുകയാണ്. ഇതേ നേരം ബാത്റൂമിൽ ഛർദ്ദിക്കുകയായിരുന്ന ജൂലി ആമയുടെ കയ്യിൽ നിന്നും വീണു പോയിരുന്ന ആ ഒരു കണ്ണ് കാണാനിടയായി. ഇത് കണ്ട് പേടിച്ചരണ്ട ജൂലി ക്ഷീണിതയായ നിലയിൽ ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. അമ്മാവൻ്റെ പക്കലേക്ക് പോയവൾ വെട്ടേറ്റ് മരിച്ചിരുന്ന അദ്ദേഹത്തെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഭയന്നു നിലവിളിച്ചവളെ ഉടൻ തന്നെ കീത്ത് പിടികൂടുകയാണ്. അവളെ കൊല്ലാനായി കീത്ത് കാത്ലിനോട് പറഞ്ഞു. എന്നാൽ കാത്ലിന് അത് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ജെഫും ആ ഒരു ക്രൂരമായ കൃത്യം ചെയ്യാൻ അവളെ നിർബന്ധിപ്പിച്ചു. അങ്ങനെ കാത്ലിൻ ജൂലിയെ കൊല്ലാനൊരുങ്ങി. പൊടുന്നനെ സവർണ തൊടുത്തു ടമ്പ് കാത്ലിൻ്റെ കഴുത്തിലൂടെ തുളഞ്ഞു കയറുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടാണ് ആമി അവിടേക്ക് ഓടിയെത്തുന്നത്. തൻ്റെ അമ്മയുടെ മൃതശരീരം കണ്ട് ആമി കീത്തിനോട് ദേഷ്യപ്പെട്ടു. അവരും നമ്മളെപ്പോലെ തന്നെ ഒരു കുടുംബമായിരുന്നെന്ന് അവൾ കീത്തിനോട് പറഞ്ഞു. എന്നാൽ കീത്ത് ദേഷ്യത്തോടെ നമുക്ക് പ്രതികാരം ചെയ്യണമെന്ന് മക്കളോട് പറയുകയാണ്. ശേഷം അവർ ജനലരികിൽ നിന്നും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി. പിന്നീടവർ സവർണയെ പിടികൂടാനായി ജൂലിയെ ബന്ദിയാക്കി അതിക്രൂരമായി ആക്രമിക്കാൻ ആരംഭിച്ചു. ക്രൂരനായ കീത്ത് ജൂലിയുടെ വിരൽ നിഷ്കരണം ഒടിച്ചു കളഞ്ഞു. ജൂലിയുടെ കരച്ചിൽ കേട്ട് സഹിക്കാനാവാതെ സവർണ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഭാഗ്യവശാൽ അവൾ അവിടെ ഇരുന്നിരുന്ന ആമയുടെ ഫോൺ കാണാനിടയായി. അവൾ അതെടുത്ത് പോലീസിനെ വിളിച്ച് വിവരം പറയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സംഭവങ്ങൾ പൂർണ്ണമായും വിവരിക്കുന്നതിന് മുൻപ് ജെഫ് അവിടേക്ക് വന്നു. സവർണ നിഷ്പ്രയാസം തന്നെ ജെഫിനെ കീഴ്പ്പെടുത്തി. കോളെടുത്തിരുന്ന ആ ഒരു പോലീസുകാരൻ ഇക്കാര്യങ്ങൾ തൻ്റെ സീനിയർ ഓഫീസറുമായി പങ്കുവച്ചു. എത്രയും വേഗം സംഭവ സ്ഥലത്തേക്ക് ചെന്ന് അക്രമികളെ നേരിടാനായിരുന്നു അയാൾക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം. കീത്തിനെയും കുടുംബത്തെയും കുറിച്ച് വെറ് ഈ ഒരു പോലീസുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോൺ കോളിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമണം നടക്കുന്നത് വെറിൻ്റെ വീട്ടിൽ തന്നെയായിരിക്കുമെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ ആ ഒരു പോലീസുകാരൻ വെറിൻ്റെ വീട്ടിലേക്ക് പായുകയാണ്. ഇതേ സമയം സവർണ ജെഫിനെ ബന്ദിയാക്കി കൊണ്ടുവന്നുകൊണ്ട് ജൂലിയെ മോചിപ്പിക്കാനായി കീത്തിനോട് പറയുകയാണ്.
എന്നാൽ കീത്ത് അത് വകവയ്ക്കാതെ ജൂലിയെ കൊല്ലാനൊരുങ്ങി. എൻ്റെ പിതാവ് തീർച്ചയായും അത് ചെയ്യുമെന്നും ജെഫിനെ വെറുതെ വിടാനും ആമി സവർണയോട് പറഞ്ഞു. അവളുടെ വാക്ക് വിശ്വസിച്ച് സവർണ ജെഫിനെ വെറുതെ വിട്ടു. പിന്നീട് സ്നേഹം നടിച്ച ആമി സവർണയുടെ പക്കലുണ്ടായിരുന്ന കത്തി തിരികെ വാങ്ങി. പൊടുന്നനെ ആമി സവർണയെ തള്ളി വീഴ്ത്തിക്കൊണ്ട് അവളെ പിടികൂടി. തിരികെ പോകുന്ന സമയത്ത് തെളിവ് നശിപ്പിക്കാനായി വീട് കത്തിക്കാൻ വേണ്ടി ജെഫ് അവിടെ മാകെ പെട്രോൾ തെളിച്ചു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവർ സവർണയെയും ബന്ധനസ്ഥയാക്കി കഴിഞ്ഞിരുന്നു. സൈക്കോയായ കീത്ത് അതേ നേരം മാക്കിൻ്റെ നാവ് പാചകം ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ മണം എവിടെയെങ്കിലും പരിചയമുണ്ടോ എന്ന് അവൻ ജൂലിയോട് ചോദിച്ചു. ശേഷം അവൻ അറുത്തുമാറ്റിയിരുന്ന മാക്കിൻ്റെ കൈ കാണിച്ച് ജൂലിയെ പേടിപ്പിക്കുകയാണ്. കീത്ത് മനുഷ്യമാംസം ഭക്ഷിക്കുന്നത് കണ്ട് സംഘം നരഭോജികളാണെന്നുള്ള വസ്തുത സവർണയും ജൂലിയും ഞെട്ടലോടെ മനസ്സിലാക്കുകയാണ്. മാക്കിൻ്റെ മാംസം കഴിക്കുവാനായി അയാൾ ജൂലിയെയും സവർണയെയും നിർബന്ധിപ്പിച്ചു. ഇരുവരും അത് നിരസിച്ചതോടെ കീത്ത് ജൂലിയുടെ തള്ളവിരൽ നിഷ്കരണം മുറിച്ചെടുത്ത് ഭക്ഷിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സവർണ താനും ആമയും ബന്ധപ്പെട്ട വിവരം കീത്തിനോട് വെളിപ്പെടുത്തി. ഇക്കാര്യങ്ങൾ കേട്ടതോടെ കീത്ത് ആമയോട് ദേഷ്യപ്പെടുകയാണ്. അതോടെ ആമയും കീത്തും തമ്മിൽ ഒരു തർക്കം ഉടലെടുക്കുകയാണ്. ഭാഗ്യവശാൽ ഈ തക്കത്തിന് സവർണയ്ക്ക് തൻ്റെ കയ്യിലെ കെട്ട് അഴിച്ചു മാറ്റുവാനായി സാധിച്ചിരുന്നു. അവൾ കയ്യിൽ കിട്ടിയ ഫോർക്കെടുത്ത് കീത്തിൻ്റെ കണ്ണിലേക്ക് ആഞ്ഞുകുത്തി. വേദനയാൽ പൊളഞ്ഞ കീത്ത് ആ ഒരു ഫോർക്ക് വലിച്ചൂരിയതോടെ അവൻ്റെ ഒരു കണ്ണുകൂടി അതോടൊപ്പം പുറത്തേക്ക് വന്നു. എന്നാൽ കീത്ത് നിർവികാരനായി അതുകൂടി കടിച്ചു തിന്നുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ആമി സവർണയെ ആക്രമിക്കുകയാണ്. കീത്തും ആമയും ചേർന്ന് സവർണയെ കൊല്ലാനൊരുങ്ങി. ഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് വെറ് അവിടേക്കെത്തുന്നത്. അവൻ കീത്തിനു നേരെ നിറയൊഴിച്ചു. ഈ ഒരു ശബ്ദം വീടിന് തീയിടാനൊരുങ്ങി പുറത്തു നിന്നിരുന്ന ജെഫ് കേട്ടിരുന്നു. സവർണ ജൂലിയെ രക്ഷിക്കാൻ ശ്രമിക്കവേ ജെഫ് അവിടേക്ക് ഓടിയെത്തി. വെറവനെ വെടിവെച്ച് കൊല്ലാനൊരുങ്ങിയെങ്കിലും പുറകിൽ നിന്നും കീത്ത് വെറിനെ അടിച്ചു വീഴ്ത്തി. വെറ് കീത്തിനോടും സവർണ ജെഫിനോടും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ പിന്തുടർന്ന് അടുക്കളയിലേക്ക് എത്തിയ ജെഫിൻ്റെ കയ്യെ സവർണ പൊള്ളിച്ചു. ശേഷം അവൾ തിളച്ച വെള്ളം മുഖത്തേക്ക് ഒഴിച്ച് ജെഫിനെ മാരകമായ പരിക്കേൽപ്പിച്ചു. പിന്നീട് സവർണ കഴുത്തു ഞെരിച്ച് ജെഫിനെ കൊലപ്പെടുത്തി. എന്നാൽ ഈ ഒരു സമയത്ത് കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് തലയിലേക്ക് ആഞ്ഞുകുത്തി കീത്ത് വെറിനെ കൊലപ്പെടുത്തിയിരുന്നു. ഭാഗ്യവശാൽ ഈ സമയത്ത് ജൂലിക്ക് തൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കാനായി സാധിച്ചിരുന്നു. അങ്ങനെ അവൾ അവിടെ ഉണ്ടായിരുന്ന മഴുവെടുത്ത് വെട്ടി കീത്തിനെ കൊലപ്പെടുത്തുകയാണ്. ജെഫും കീത്തും മരിച്ചതോടെ സഹോദരിമാർ ആശ്വസിച്ചു. എന്നാൽ പൊടുന്നനെ ആമി ചാടി എഴുന്നേൽക്കുകയും ജൂലിയെ കുത്തി കൊലപ്പെടുത്തുകയുമാണ്. ഈ ഒരു കാഴ്ച കണ്ട് കോപാകുലയായ സവർണ ആമിയെ അടിച്ചു വീഴ്ത്തി. പിയാനോയിൽ തലയിടിപ്പിച്ച് സവർണ ആമിക്ക് മാരകമായ പരിക്കേൽപ്പിച്ചു. ഞാൻ നിന്നെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചേ കൊല്ലുവെന്ന് സവർണ ആമയോട് പറഞ്ഞു. സവർണ ആമയെ ഓടാൻ അനുവദിച്ചു. പ്രാണരക്ഷാർത്ഥം ആമി പുറത്തേക്ക് ഓടുകയാണ്. എന്നാൽ അവളെ കൊല്ലാനായി പുറകെ ഓടിയ സവർണ വെടിയേറ്റ് മരിക്കുകയാണ്. സവർണയാണ് അക്രമിയെന്ന് തെറ്റിദ്ധരിച്ച് അവിടേക്ക് എത്തിയിരുന്ന പോലീസുകാരനായിരുന്നു സവർണയ്ക്ക് നേരെ നിറയൊഴിച്ചിരുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി അയാൾ ആമയെ തൻ്റെ വാഹനത്തിലേക്കു കയറ്റി. നിരപരാധികളായ ടൂറിസ്റ്റുകളെ ഗ്രാമീണർ കൊലപ്പെടുത്തിയെന്നാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന അയാൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നീട് ആ ഒരു പോലീസുകാരൻ എന്തോ ഒരു ശബ്ദം കേട്ട് കീത്തിൻ്റെ കാരവാനിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആമി പുറകിൽ നിന്നും ആ ഒരു പോലീസുകാരനെ കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ശേഷം നരഭോജിയും സൈക്കോയുമായ ആമി തങ്ങളുടെ കാരവാനിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. തെളിവ് നശിപ്പിക്കാനായവൾ സവർണയുടെ വീടിനെ തീയിട്ടിരുന്നു. അങ്ങനെ ആമി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.